1995 ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ മോഹൻലാൽ. വളരെയധികം നാളുകൾ സഞ്ചരിച്ച് കുറേ നല്ല സിനിമകളുണ്ടായി. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ഞാൻ ഉണ്ടാക്കി. പക്ഷേ എൻ്റെ മനസ്സിലോ എൻ്റെ സിബി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെയോ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തിൻ്റെയോ രഘുനാഥപരിയുടെ എല്ലാവരുടെയും ഒരാശയം ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു. അപ്പം അത് പലപ്പോഴായിട്ട് ഇതിൻ്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫിയും വസ്ത്രകാരന്മാരും SP സതീഷിനെ നേരത്തെ പറഞ്ഞു. SP സതീഷിൻ്റെ അപ്പം ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക്. എൻ്റെ മകളുടെ ഒരു ടീമുണ്ട്, അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് 4K ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. അതായത് ഇത് കഴിഞ്ഞു എല്ലാ 4K റെസൊല്യൂഷനിലൊക്കെ ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടു. അതപ്പോൾ എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കാരണമാണ്. അതായത് അതാണ് അതിൻ്റെ കാതൽ. ദേവദൂതൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാതൽ ഇപ്പോഴുണ്ട്. അതുണ്ടായിരുന്നില്ല എന്നല്ല, ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ദേവദൂതൻ. അതിന് 24 വർഷത്തിന് മുമ്പ് ഒക്കെയാണെങ്കിലും എൻ്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പോൾ ഉള്ളതിനും സൗന്ദര്യത്തിലാണ് അതിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ മ്യൂസിക്. സിനിമയിലെ വരികൾക്ക് നമ്മുടെ വിദ്യാസാഗർ ചെയ്ത മ്യൂസിക് അതിൻ്റെ ഫോട്ടോഗ്രാഫി ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഈ ഹൈ റെസൊല്യൂഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റമിറക്കുന്ന വിധത്തിലാണ്. എസ്പെഷ്യലി അറ്റ്മോസ് ചെയ്ത അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ. സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്, അറ്റ്മോസും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ കാണിച്ചു തന്നപ്പോഴത്തേക്കും മിക്സിങ് കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ. വിദ്യയുടെ റീ റെക്കോർഡിങ്, സോങ്സ്, കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എന്ന് പറയുന്നത് SP സതീശന്റെ മാത്രമാണ്. എന്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമറായിരുന്നു അദ്ദേഹം. കപ്പലിലാണെങ്കിൽ ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അന്ന് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈല് ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്ന ലെവലല്ലായിരുന്നു. അതെന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റീമാസ്റ്റർ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കോസ്റ്റ്യൂംസ് ഒക്കെ പഴയ ഒരിക്കലല്ല. എസ്പെഷ്യലി ലാൽസാറിന്റെയും ലാലിന്റെയും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റിന്റെയും അങ്ങനെ എല്ലാ വിധത്തിലും ഒരു പുതുമ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആരും പറയുന്നത് കേട്ടത്, അതായത് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന ലെവലിലാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടും സന്തോഷം. തീർച്ചയായിട്ടും ഇനി എപ്പോൾ എനിക്കറിയില്ല ലാലുമായിട്ട് സഹകരിച്ചൊരു സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത് കാരണം ഇതിവിടെ എത്തിയതിന് നന്ദി, ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി. എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു 5 കോടി ക്ലബോ 10 കോടി ക്ലബോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. ബാക്കി ദൈവത്തിന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എല്ലാവരുടെ പ്രാർത്ഥനകളും വേണം. എല്ലാ
സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു.